ശ്രീ ജയേഷ് ജോർജ്, കേരളത്തിന്റെ ഈ ഇപ്പോഴത്തെ നേട്ടം അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫി ഫൈനലിലേക്ക് കടക്കുകയാണ്. ഇങ്ങയുടെ പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞങ്ങളുടെ ഒഫീഷ്യൽസും പ്ലേയേഴ്സും വെച്ചാൽ വളരെയധികം നാളുകളായി കാത്തിരുന്ന ഒരു ദിവസമാണ് രഞ്ജി ട്രോഫിയുടെ ഒരു ഫൈനൽ എത്തുന്നുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് സെമി ഫൈനലിൽ വിദർഭയായിട്ട് തോറ്റിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വളരെ എന്താ പറയാ, ഇന്ന് ഈ ഒരു മാച്ച് വളരെ ഈ സീസണിൽ തന്നെ എല്ലാ മാച്ചസും വളരെ ടഫ് മാച്ചസ് ആയിരുന്നു നമ്മുടെ പൂളിൽ തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഒരു ടീമായിട്ട് യുണൈറ്റഡ് ആയിട്ട് സ്വന്തം പവർ അവസാനം വരെ പോരാടി. ക്വാർട്ടർ ഫൈനലായിക്കോട്ടെ, ഇപ്പോൾ സെമി ഫൈനലായിക്കോട്ടെ, ടീമിലുള്ള വിശ്വാസം കാത്തുകൊണ്ട് അവരെന്തായാലും സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഇപ്പൊ മുംബൈ വിദർഭ സെമി ഫൈനലിലെ വിജയികളെയാണ് ഇനി ഫൈനലിൽ കേരളത്തിന് നേരിടേണ്ടി വരിക എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള പരിശീലനം എല്ലാം ഇനിയും ആവശ്യമുണ്ട് അല്ലേ? തീർച്ചയായും. ഏതായാലും നമ്മൾ ഈ ഒരു വർഷം നമ്മൾ വളരെ നേരത്തെ തന്നെ ടീം പ്രാക്ടീസും എല്ലാം തുടങ്ങിയിരുന്നു. പുതിയ കോച്ചിന്റെ കീഴിൽ നമ്മൾ യങ്സ്റ്റേഴ്സിനൊക്കെ ഒരുപാട് ചാൻസ് കൊടുത്തു. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഒരു ടീം യുണൈറ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും വിദർഭയും നല്ലൊരു ടീമാണ്. ഏതായാലും നമുക്കറിയാം, ഏതായാലും ഫൈനലിൽ കളിക്കുന്ന ടീമുകളൊന്നും സെമി ഫൈനൽ ടീമുകളൊന്നും മോശമാവില്ല. എന്തായാലും കേരളം ഒരു നല്ല രീതിയിൽ തന്നെ ഈ സീസൺ കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ട്രോഫിയുമായി വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്കിരിക്കാം. ശരി, വളരെയധികം നന്ദി ശ്രീ ജയേഷ് ജോർജ് പ്രതികരിച്ചത്. KCA പ്രസിഡന്റ് ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. നമുക്കിപ്പോൾ ഇപ്പോൾ അനിൽ വാസുദേവ് കൂടിയുണ്ട്. അനിൽ ഇവിടെ നേരിട്ട് വരേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ആവേശം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അനിൽ, ചരിത്ര വിജയം പറയൂ. തീർച്ചയായും ഇന്ന് രാവിലെയാണ് കേരളം നിർണായക 2 റൺസിന്റെ ലീഡ് എടുത്ത ശേഷം ഫൈനലിലേക്ക് ഏറെക്കുറെ സാധ്യത ഉറപ്പിച്ചത്. ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടാവാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വിജയത്തോളം പോകുന്ന ഒരു സമനില ഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് നിരാശയാണ്. എന്നിരുന്നാൽ പോലും ഈ ഫൈനൽ മത്സരം ഉണ്ടല്ലോ, അത് ഇതിനേക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ള സന്തോഷം കൂടി ഇപ്പോൾ പറയുന്നു. മത്സരത്തിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിന്റെ 68 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് കേരളം രഞ്ജി ട്രോഫിയിൽ ഫൈനൽ കയറുന്നത്. നേരത്തെ ജയേഷ് ജോർജ് സൂചിപ്പിച്ച പോലെ 2018-19 സീസണിൽ വിദർഭയോട് നമ്മളുടെ വയനാട്ടിൽ വെച്ച് തന്നെ അന്ന് കീഴടങ്ങുകയായിരുന്നു. അന്നത്തെ ആ ഒരു നിരാശയൊക്കെ മറക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ മധുരകരമായ ഒരു വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിജയമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, എന്നാൽ വിജയത്തിന് തുല്യമായ സമനിലയാണ് ഉണ്ടായിരിക്കുന്നത്. അതും വെറും 2 റൺസിന്റെ ലീഡ് എന്ന് പറയുന്നത് ചെറുതല്ല. സെമിയിലേക്ക് മുന്നേറിയത് 1 റൺസിന്റെ ലീഡിനായിരുന്നു. ഫൈനലിലേക്ക് വരുമ്പോൾ അത് 2 റൺസിന്റെ ലീഡ്. അപ്പോൾ ഓരോ റണ്ണും ഓരോ വിക്കറ്റും എത്ര കണ്ട് നിർണായകമാണ് ക്രിക്കറ്റിൽ എന്ന് തെളിയിക്കുന്ന ഒരു ഇന്നിംഗ്സ്. പക്ഷേ രഞ്ജി ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നായി, അല്ലെങ്കിൽ ഒരു ഏറ്റവും ക്രൂഷ്യൽ നിമിഷമായൊക്കെ തന്നെ ഇന്നത്തെ ആ ഫൈനൽ വിക്കറ്റിനെയൊക്കെ തന്നെ വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് അവരുടെ ബാറ്റർ നഗ്വാൾ അടിച്ച പന്ത് ഷോട്ടിൽ നിൽക്കുകയായിരുന്ന സൽമാൻ നിസാറിന്റെ ഹെൽമറ്റിൽ കൊള്ളുന്നു. പന്ത് തെറിച്ച് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കയ്യിലേക്ക് വരുന്നു. അങ്ങനെ ഏറ്റവും വളരെ വളരെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാലൊന്നും അത് തീരില്ല. ഒരു ആന്റി ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു ഗംഭീര വിജയം തന്നെയാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. എതിരാളികളായിട്ടുള്ളത് വിദർഭയാണ്. ഈ പറഞ്ഞതുപോലെ 2018-19 സീസണിൽ കേരളത്തെ തോൽപ്പിച്ചതിന്റെ ആ ഒരു കണക്ക് കൂടി തീർത്തു വേണം കേരളത്തിന് ചരിത്രത്തിലെ ഈ ആദ്യത്തെ ഫൈനലിൽ ആദ്യ കിരീടം സ്വന്തമാക്കേണ്ടിയിരിക്കുന്നത്. വിദർഭ ചിലറക്കാരല്ല. കരുത്തരായ 42 തവണ കിരീടം നേടിയിട്ടുള്ള മുംബൈയെ, നിലവിലെ ജേതാക്കളായുള്ള മുംബൈയെ തോൽപ്പിച്ചുകൊണ്ടാണ് വിദർഭ ഫൈനലിലേക്ക് മുന്നേറിയിട്ടുള്ളത്. അപ്പോൾ അവർ ചെറിയ ടീമല്ല. പ്രത്യേകിച്ച് കരുൺ നായർ അടക്കമുള്ള താരങ്ങളൊക്കെ തന്നെ മുന്നിലും ഫോമിലാണ്. അപ്പോൾ ആ ടീമിനെതിരെ ഒരു വിജയം എന്നുള്ളത്, അല്ലെങ്കിൽ ജയിച്ചു കയറുക എന്നുള്ളതിന് ഒട്ടും എളുപ്പമല്ല. എന്നിരുന്നാൽ പോലും കേരളത്തിന് കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഒപ്പം തന്നെ സ്കൂളിലൊക്കെ തന്നെ കിട്ടിയിട്ടുള്ള ആവേശകരമായ ജയം, അതിൽ നിന്നുള്ള ആത്മവിശ്വാസം വിദർഭയും കീഴടക്കാൻ പോന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന്റെ ഒരു കോർ ടീമാണ്. സഞ്ജു സാംസൺ ഇല്ലെങ്കിൽ പോലും സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിലുള്ള ടീം ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചത്. സൽമാൻ നിസാർ എന്ന പേര് മറന്നുകൂടാ. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സെഞ്ചുറി നേടിയ സൽമാൻ നിസാർ ഈ ഫൈനലിൽ ഒരു നിർണായക അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. ഒപ്പം തന്നെ ഈ സെമി ഫൈനലിലെ താരമായി മാറിപ്പോകുന്നത് ഉറപ്പായും മുഹമ്മദ് അസ്ഹറുദ്ദീനാണ്. മുഹമ്മദ് അസ്ഹറുദ്ദീന്റെ പുറത്താകാതെ 177 റൺസാണ് കേരളത്തിന് ഈ വലിയ ഒരു ഫൈനൽ സമ്മാനിച്ചിട്ടുള്ളത്. എന്തായാലും കേരളത്തിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ, കേരള ക്രിക്കറ്റ് ചരിത്രത്തിലെ സുവർണ ദിനം എന്ന് തന്നെ നമുക്ക് ഈ ദിനത്തെ വിശേഷിപ്പിക്കാം. അതും ഒരു ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കിയതിന്റെ സന്തോഷം കൂടിയുണ്ട്. ഈ ഒരു ദിനത്തേക്കാൾ നമ്മൾ കാത്തിരിക്കുന്നത് ഇനി 26-ന് തുടങ്ങുന്ന ഫൈനലാണ്. ആ ഫൈനൽ ജയിച്ച് ഇനി ഈ ഒരു നിമിഷം അല്ല, നമുക്ക് ഇതിനേക്കാൾ ഒരു മികച്ച ദിനമുണ്ട് എന്ന് ഇന്ത്യൻ ക്രിക്കറ്റിനോട് വിളിച്ചു പറയാനുള്ള ആ ഒരു ദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ടീം. ഈ ഒരു വിജയം നൽകുന്ന ആത്മവിശ്വാസം വീണ്ടും വീണ്ടും പറയുന്നു, ചെറുതല്ല. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ജയം എന്തായാലും വലിയ സന്തോഷം നൽകുന്നു. ഒപ്പം തന്നെ വലിയ ആത്മവിശ്വാസം നൽകുന്നു. കേരളം ആദ്യ കിരീടം നേടുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്.
അനിലിന്റെ ശബ്ദത്തിലൊക്കെ ആവേശവും ഊർജ്ജമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിന് സമനില എന്നല്ല, വിജയങ്ങളുടെ വിജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെ. നിർണായകമായ ഒരു സമയത്താണ് ഈ സമനില. അത് തീർച്ചയായിട്ടും ചരിത്ര വിജയം തന്നെയാണ്. അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ സ്പോർട്സ് ഡെസ്കിൽ നിന്നുള്ള എല്ലാവരും, ഇപ്പൊ ഗീസിനാണെങ്കിലും അനിൽ വാസുദേവനാണെങ്കിലും ഒരുപാട് കായിക പ്രേമികളെ ആവേശത്തിലാക്കുന്നുണ്ട് ഈ നിമിഷം. 75 വർഷത്തിന് ശേഷമാണ് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ഇനിയിപ്പോ ഫൈനലിൽ വിദർഭയെ നേരിടുമ്പോൾ അവരുടെ മത്സരതന്ത്രങ്ങൾ എന്തൊക്കെയായിരിക്കും, അത് മറികടക്കാനുള്ള കേരളത്തിന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഇനി ശ്രദ്ധേയം. എന്തായാലും പരിശീലിച്ച് ശക്തരായി കളത്തിലിറങ്ങുക അല്ലേ. വളരെ സന്തോഷം. നാടകീയ ജയമാണ് കേരളത്തിന്. ഭാഗ്യം ഏറെ തുണച്ച ഒരു മത്സരം കൂടിയാണ്. പറയാതിരിക്കാൻ ഹെൽമെറ്റിലൊക്കെ തട്ടിയിട്ട് അത് വല്ലാത്തൊരു നിമിഷമാണ് ശരിക്കും.